ഞങ്ങളുടെ കോളേജുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ജൂബിലി കോളേജ് അല്ലെങ്കിൽ അമല, പുഷ്പഗിരി, കോലഞ്ചേരി ഇവിടെ നടത്തുന്ന രീതി പ്രകാരമാണ്. ആദ്യമേ തന്നെ 15 സീറ്റ് NRIയും 85 സീറ്റ് 100% മെറിറ്റിലെടുക്കുന്നു. ഇവിടെ 100% മെറിറ്റിലാണ്. 85 സീറ്റിൽ NRIയുടേതിൽ സീറ്റിൽ നമ്മൾ എടുക്കുന്നത് പ്രത്യേകിച്ചും ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പന്നരായിട്ടുള്ള കുട്ടികൾക്ക് നല്ല കോച്ചിങ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റിൻ്റെ മാർക്കും +2ൻ്റെ മാർക്കും പൊതുപരീക്ഷ രണ്ടും പൊതുപരീക്ഷയാണ്. ഇത് കൂട്ടി യോജിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കാണോ അവർക്ക് എന്നുള്ള രീതിയിലാണ് പ്രവേശനം. എല്ലാം വെബ്സൈറ്റിൽ കാണാം. റാങ്ക് എല്ലാവർക്കും നോക്കാം. ആർക്ക് വേണമെങ്കിൽ അവിടെ പരിശോധിക്കാം. ഈ രീതിയാണ്. NRIയിൽ 15 കഴിഞ്ഞാൽ അവർക്ക് ഈ പുറത്തുള്ളവരുടെ +2ൻ്റെ മാത്രം മാർക്കേ ഉള്ളൂ. ബാക്കിയുള്ള 85നും ഒരേ രീതി. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പ്രവേശന രീതി മുഴുവൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം. ഇവിടെ ഞാൻ ഒരു താരതമ്യ പഠനം നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. സർക്കാരുമായി ധാരണയുണ്ടാക്കിയ കോളേജിൽ പൊതുസമൂഹത്തോട് ആർക്കാണ് പ്രതിബദ്ധത എന്ന് ചോദിച്ചാൽ ധാരണയുണ്ടാക്കി കഴിഞ്ഞാൽ 35% മാത്രമേ SC ST അടക്കം കൊടുക്കേണ്ടൂ. അതിൽ ഇപ്പോൾ MESനാണെങ്കിൽ 15% മാത്രമാണ് ഓപ്പൺ മെറിറ്റ്. അതിൽ 50 സീറ്റ് എങ്ങനെ നടത്തണമെന്ന് അവരാ പരീക്ഷ നടത്തുന്നത്. അത് നിങ്ങൾ തന്നെ അന്വേഷിക്കുക എങ്ങനെയാണ് ആ പരീക്ഷ നടത്തുന്നതെന്ന്. ഇവിടെ പൊതുപ്രവേശന പരീക്ഷ മാത്രമേ ഉള്ളൂ. വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്വന്തം പരീക്ഷയില്ല. അപ്പോൾ പ്രവേശന രീതി സുതാര്യം ആരുടേതാണെന്ന് പൊതുസമൂഹം തന്നെ വിലയിരുത്തട്ടെ. സർക്കാരുമായി ധാരണയുണ്ടാക്കിയാൽ 35 സീറ്റേ പൊതുസമൂഹത്തിന് കൊടുക്കേണ്ടൂ. അവിടെ വെറും 15 മാത്രം ഓപ്പൺ മെറിറ്റ്. എന്നാൽ ഞങ്ങളുടെ കോളേജിൽ 45 കൊടുക്കുന്നു. അതിൽ 5% SC ST സംവരണം. അപ്പോൾ 45 കൊടുക്കുന്ന ഞങ്ങളുടെ കോളേജിനാണ് പൊതുസമൂഹത്തോട് പ്രതിബദ്ധത. ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ സർക്കാരുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ 35% മാത്രം കൊടുത്താൽ മതി. അപ്പോൾ പൊതുസമൂഹത്തോട് പ്രതിബദ്ധത ആർക്കാ കൂടുതൽ? എന്നിട്ടും എന്തോ വർഗീയ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്നത് ഞങ്ങൾ ശരിയായ രീതിയിൽ നടത്താതിരുന്നാൽ ചിലർക്കൊക്കെ മെച്ചമുണ്ടാകും. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആർക്കും ഒരു സീറ്റും കിട്ടില്ല, ആർക്കും കോഴ തരാനും പറ്റില്ല. ഇതാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളാണ് അങ്ങ് വ്യക്തമാക്കിയത്. ഇനി വരേണ്ടത് ഫീസ് ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. അതിനിടയിൽ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി, ഭരണം മാറിയ ഈ ഘട്ടത്തിൽ എങ്ങനെ പിടിവാശിക്കാരായി ചിത്രീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമം നടന്നു, അതിനെ വർഗീയതയുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു അജണ്ടയുണ്ടോ? അങ്ങനെ ഒരു ശ്രമം ഇതിന് ബാഹ്യമായ രീതിയിൽ ഉണ്ടാവുന്നു എന്ന് കരുതുന്നുണ്ടോ അങ്ങ്? ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും പൊതുസമൂഹത്തിന് വേണ്ടി പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടം തുടങ്ങിയത്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതവർഗ ഭേദമന്യേ എല്ലാവരെയും ഒരേ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിച്ച് വലുതാക്കിയത് ഞങ്ങളുടെ സമൂഹമാണ്. ഇന്നും അതേ പ്രതിബദ്ധതയാണ്. പക്ഷേ അതേ രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ നന്മ ചെയ്യുന്നവരെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാതില്ല. ചില മാധ്യമങ്ങളിൽ ചില താരതമ്യങ്ങൾ നടത്തുന്നത് കാണുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ വരുന്ന ഏതെങ്കിലും ഒരു പോരായ്മയെ എടുത്തുയർത്തി കാണിക്കുകയും വേറെ ചില സ്ഥാപനങ്ങളിൽ കാണുന്ന നന്മയെ ഉയർത്തി കാണിക്കുകയും എന്നിട്ട് ഈ സ്ഥാപനങ്ങളിലത്തെ പോരായ്മയും അവിടുത്തെ നന്മയും എടുത്ത് താരതമ്യ പഠനം നടത്തുന്നത് അതൊരു ശരിയായ മാധ്യമ സംസ്കാരമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഏതായാലും പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. അത് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ശരിയായ രീതിയിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. ആര് വേണമെങ്കിലും വന്ന് അന്വേഷിച്ചു കൊള്ളട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കിക്കോളൂ. ഫീസ് സ്ട്രക്ചറിലേക്ക് വരാം. ഈ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൻ്റെ എന്ന് പറയുന്ന സമയത്ത് അങ്ങയുടെ കൈകൾ ഒരു കൂപ്പുകൈൻ്റെ രൂപത്തിലേക്ക് മാറുകയുണ്ടായി. ഈ കാര്യങ്ങൾ വിശദമാക്കുന്നതിന് ഒരു സംയമനത്തിൻ്റെ ഭാഷ തന്നെയാണോ ഇനിയും ഉദ്ദേശിക്കുന്നത്? ക്രിസ്തു പറഞ്ഞത് ആരോടും വിരോധമോ വൈരാഗ്യമോ ഉണ്ടാകാൻ പാടില്ല. എന്നെ തല്ലാൻ വരുന്നവൻ്റെ മുമ്പിൽ ഞാൻ സ്നേഹത്തോടെ നിൽക്കുന്നത് അത് ചിലർക്ക് വീക്ക്നെസ്സാണ്. പക്ഷേ എന്നെ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവനെ സഹായിക്കുകയും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ക്ഷമിച്ചു എന്ന് പറയുകയും ചെയ്യുന്നതാണ് കൂടുതൽ മാന്യത എന്നുള്ളതാണ് എന്നെ പഠിപ്പിച്ച എൻ്റെ സംസ്കാരം. അതുകൊണ്ട് ആരോടും എനിക്ക് വിരോധമില്ല. 2006-ലും 2011-ലും ഇപ്പോഴും സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ അതിൽ ലാസ്റ്റ് ചാർജ് നടക്കുന്നു, ചിലരുടെ നെറ്റിപ്പൊട്ടി ചോര വരുന്നു. ഇത്തരം ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും
ആരാധനായ ഒരു പിതാവ് എന്നുള്ള രീതിയിലും ഏത് രീതിയിലാണ് ഈ ദൃശ്യങ്ങളെ താങ്കൾ കാണുക? എനിക്ക് തോന്നിയത് ആ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ തന്നെ കണ്ട ഒരു ഒരു പ്രതീകമാണ്. അത് ചെണ്ടയുടേതാണ്. ചെണ്ടയ്ക്ക് തല്ല് കിട്ടുന്നു, മറ്റു ചിലർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നു. വിദ്യാർത്ഥികളെ വഴിയിലിറക്കി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് വളരെ ചുരുക്കം പേർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാകാം. ഞങ്ങൾക്ക് ആ ലക്ഷ്യങ്ങളൊന്നുമല്ല. പൊതുസമൂഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ വിദ്യ കൊടുക്കുക, ധാർമ്മികമായി സുതാര്യമായി കോഴ വാങ്ങാതെ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പിന്നിലാണ് കേരളം, നിങ്ങൾക്കറിയാമല്ലോ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള സ്ഥാപനം ഈ അടുത്ത കാലത്ത് മാത്രമാണ് ആരംഭിച്ചത്. ഇന്നും കേരളത്തിൽ ശരിക്കും പഠിക്കണമെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തു പോകണം. അതിനും ചിലർക്കൊക്കെ ആഗ്രഹമില്ലേ ഈ വഴക്കുകളും സമരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ന് എനിക്ക് തോന്നാതില്ല. കാരണം എല്ലാ വർഷവും പ്രവേശനമായി കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സമരമാണ്. അപ്പോൾ കുറേ കുട്ടികൾ കേരളത്തിന് പുറത്തേക്ക് പോകും. കേരളത്തിന് പുറത്തേക്ക് ഏകദേശം 600 കോടിയോ മറ്റോ കേരളത്തിൽ പുറത്തേക്ക് പോകുന്നു. അവിടെയുള്ളവർക്ക് കേരളത്തിലെ കുട്ടികൾ വരാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കഷ്ടം തോന്നുന്നു കേരളത്തെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി ബന്ധപ്പെട്ട അധികാരികൾ മാറ്റുന്നുണ്ടെങ്കിൽ കഷ്ടമേ എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ആരാണ് പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയോടെ ഏറ്റവും സുതാര്യമായി, അതാണ് ഞാൻ നിങ്ങളോട് വന്ന് അന്വേഷിക്കാൻ പറഞ്ഞത്, ഏറ്റവും സുതാര്യമായി നടത്തുന്നത്? പൊതുപ്രവേശന പരീക്ഷയിൽ നിന്ന് റാങ്ക് അടിസ്ഥാനത്തിൽ എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ച് ഇവിടെ പ്രവേശനം നടത്തുന്നു. ഭരണഘടന പ്രകാരം നടത്തുന്നു. ക്രോസ് സബ്സിഡി ഇല്ലാതെ നടത്തുന്നു. ഈ രീതിയെ തെറ്റായിട്ട് ചിത്രീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതുപോലെ അല്ലാതെ നടത്തുന്ന സ്ഥാപനങ്ങളെ പലപ്പോഴും ഒരു കരാറിൻ്റെ പേരിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണോ? എനിക്കറിയില്ല. ഇത് ഇന്റർ ചർച്ച് കൗൺസിലിന്റെ വിനയത്തോടെയുള്ള ഒരു വെല്ലുവിളിയാണോ? അതായത് പ്രവേശനം സംബന്ധിച്ച് സർക്കാരിന്റെ പ്രവേശന രീതി ഇങ്ങനെ, ഇന്റർ ചർച്ച് കൗൺസിലിന്റെ കീഴിലുള്ള കോളേജുകളിലെ പ്രവേശന രീതി, MESന്റെ പ്രവേശന രീതി, അമൃതയുടെ പ്രവേശന രീതി, ഇത് നിങ്ങൾ താരതമ്യം ചെയ്യൂ, ഉത്തരം കണ്ടെത്തൂ. അതുപോലെ ഫീസ് ഘടനയെ സംബന്ധിച്ചും ഇത് താരതമ്യം ചെയ്യൂ, ഉത്തരം കണ്ടെത്തൂ എന്നുള്ള ഏറ്റവും ലളിതമായ ഒരു